കരുണയുടെ അവസാന മണിക്കൂർ 47 മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക. എല്ലായ്പ്പോഴും മുന്നറിയിപ്പിനെ ഓർമ്മിക്കുക. പട്ടിണിയുടെയും ദാഹത്തിൻ്റെയും മരണത്തിൻ്റെയും മുന്നറിയിപ്പുകൾ. എൻ്റെ മുന്നറിയിപ്പുകൾ എങ്ങും എത്താതെ പോകുന്നു. ചുരുക്കം ചിലർ മാത്രം അത് വിശ്വസിക്കുന്നു. അതിനാൽ ഞാൻ ദുഃഖിതനാണ്. എങ്കിലും ഞാൻ പറയട്ടെ, യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് സത്യമാണ്. മറ്റൊരാളെ വിദ്വേഷത്തിലും വെറുപ്പിലുമായിരിക്കുവാൻ പ്രേരിപ്പിക്കുന്നതിനെതിരെ കരുതലുള്ളവരായിരിക്കുവിൻ. മനുഷ്യവംശം എന്നെ കേൾക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ ഞാൻ ദുഃഖിക്കുന്നു. അവർ കണ്ണുകൊണ്ടും ചെവികൊണ്ടും എന്നെ തേടുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. അവർക്ക് യാതൊരുവിധ പ്രതിബദ്ധതയോ മാനസാന്തരപ്പെടാനുള്ള ആഗ്രഹമോ ഇല്ല. മാനസാന്തരത്തിലേക്കുള്ള വഴിയിൽ അവർക്ക് താല്പര്യമേയില്ല. ഈ നന്ദിഹീനരായ മനുഷ്യവംശത്തിൻ്റെ വാതിൽക്കൽ ദുരന്തങ്ങളും പരീക്ഷണങ്ങളും വന്നു മുട്ടുമ്പോൾ നിവൃത്തികേടുകൊണ്ട് അവർ എന്നെ തേടുന്നു. അവർ അത് ചെയ്യുന്നത് മാനസാന്തരപ്പെടാനുള്ള ആഗ്രഹം കൊണ്ടല്ല, പിന്നെയോ ഞാൻ മാത്രമാണ് ദൈവം എന്നതുകൊണ്ടും അവർക്ക് വേറെ വഴിയില്ല എന്നതുകൊണ്ടുമാണ്. അനേകർ എന്നെ തേടുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം കഷ്ടതയിലാകുമ്പോഴാണ്. അപ്പോൾ അവർ 1000 വാഗ്ദാനങ്ങൾ നടത്തും, എന്നാൽ അവർ അവയൊന്നും ഒരിക്കലും പാലിക്കുകയില്ല. അവ പാലിക്കാതിരിക്കുന്നത് വഴി അവർ ആത്മീയമായി തങ്ങളോട് തന്നെ നുണ പറയുകയാണ് ചെയ്യുന്നത്. ഭോഷത്വം പറയാതിരിക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളാനുള്ള ഒരു ദൈവമല്ല ഞാൻ. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഞൊടിയിടയിൽ മാറുന്ന മനസ്സാണ്. നിങ്ങൾക്ക് തിരിച്ചും മറിച്ചും പരിശോധിക്കാനുള്ള ഒരു ദൈവമല്ല ഞാൻ എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. ആദ്യം എന്നെ ആത്മാർത്ഥ ഹൃദയത്തോടെ തേടുക. ഇപ്പോൾ തന്നെ ആ കാലം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ വചനം പറയുന്നത് ഓർക്കുക. ആ ദിനങ്ങൾ പരിമിതപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ ഒരുവൻ പോലും രക്ഷപ്പെടുകയില്ലായിരുന്നു. ഓ പാപത്തിൽ മുങ്ങിയ മനുഷ്യകുലമേ, നിങ്ങൾ സഹനം എന്തെന്നറിയാൻ പോകുന്നു. അനേകർ തങ്ങളുടെ പാപവും ദുഷ്പ്രവൃത്തികളും മൂലം മറ്റനേകം പേർ ഇപ്പോൾ ഈ ഭൂമിയിൽ വച്ച് തന്നെ നരകത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഓർക്കുക, മുന്നറിയിപ്പിന് ശേഷവും അനുതപിക്കാത്തവരെ ഞാൻ എന്നിൽ നിന്ന് വിച്ഛേദിക്കും. പിശാച് മുറിവേറ്റവനാണെന്നും അവൻ ആത്മാക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെന്നും ഓർക്കുക. ദൈവത്തിൻ്റെ മക്കളെ പിശാച് ശക്തരായ ആത്മാക്കളെ കാണുന്നുണ്ട്. അവന് അവരെ അറിയാം, അവരുടെ ബലഹീനതകളും അറിയാം. വരാനിരിക്കുന്ന മഹാകഷ്ടതകളുടെ സമയത്ത് തങ്ങളുടെ സഹോദരർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനു മുൻപേ അവൻ അവരെ വൈകാരികമായി തളർത്തുകയും ചിതറിച്ച് കളയുകയും അവരുടെ ശക്തി ക്ഷയിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. ലോലഹൃദയർ എളുപ്പത്തിൽ തൻ്റെ പിടിയിൽ വീഴും എന്ന് പിശാചിനറിയാം. അതുകൊണ്ട് അവൻ അവരെ മന്ദോഷ്ണരാക്കുകയും അവർ അറിയാതെ തന്നെ അവരെക്കൊണ്ട് തുടർച്ചയായി തിന്മ ചെയ്യിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഓരോ മനുഷ്യൻ്റെയും വിശപ്പും ദാഹവും അറിയാം, എന്നാൽ അത് ശരീരത്തിൻ്റെ വിശപ്പോ ദാഹമോ അല്ല. അതുകൊണ്ട് നിങ്ങളും എൻ്റെ വിശപ്പും ദാഹവും മനസ്സിലാക്കണം. സ്വർഗം അഭിലഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരേയൊരു നിയോഗത്തിനു വേണ്ടിയാണ്. അത് തങ്ങളുടെ സഹോദരീ സഹോദരന്മാരുടെ മാനസാന്തരമാണ്. മാലാഖമാർ, വിശേഷിച്ച് ഓരോ വ്യക്തിയുടെയും കാവൽ മാലാഖമാർ വളരെയേറെ സങ്കടപ്പെടുന്നു. കാരണം ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല. അവരുടെ ഈ ദുഃഖം കാണുന്ന ഞാനും ദുഃഖിക്കുന്നു. ഇടയ്ക്കൊക്കെ അവർക്ക് എൻ്റെ അടുക്കൽ പരാതി പറയാമായിരുന്നു. എന്നാൽ നിങ്ങളോടുള്ള അവരുടെ സ്നേഹത്തെ പ്രതി ഇന്നുവരെയും അവർ അതെല്ലാം സഹിച്ചുകൊണ്ടേയിരിക്കുന്നു.